തമിഴ് സംഗീത സംവിധാനത്തിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡ് സെറ്ററായി നിൽക്കുന്ന ഒരു വ്യക്തി, മലയാളത്തിൽ യുവാക്കളുടെ ഏറ്റവും ഹരമായി നിൽക്കുന്ന ഒരു ഗായകൻ. ഇരുവരും ചേർന്നാൽ എന്ത് സംഭവിക്കും? ബ്ലാസ്റ്റ്. കഴിഞ്ഞ ദിവസം അനിരുദ്ധും വേടനും കൂടി ഒരുമിച്ചൊരു ഫോട്ടോ, അനിരുദ്ധിൻ്റെ സ്റ്റുഡിയോയിലാണ് ഇരുവരും ഒരുമിച്ചൊരു ഫോട്ടോ എടുക്കുന്നത്. വേടൻ ഇരിക്കുന്നു, അനിരുദ്ധ് പുറകിൽ നിൽക്കുന്നു. ആൻഡ് ദിസ് പിക് വെൻറ്റ് വൈറൽ. സ്വാഭാവികമായിട്ടും രണ്ട് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട ജെൻസികൾക്കിടയിൽ അല്ലെങ്കിൽ യൂത്തിനിടയിൽ പ്രധാനപ്പെട്ട രണ്ടുപേർ ഒരുമിച്ച് ഒരു പ്രോജക്റ്റിലേക്ക് വരികയാണോ എന്നുള്ള ചോദ്യവും അവിടെ നിൽക്കുകയാണ്. ആൻഡ് ദെയർ ഗോസ് ദ ക്വസ്റ്റ്യൻ. ഏത് പടത്തിന് എന്ത് പാട്ട്? ഇതാണ് ചോദ്യം. സ്വാഭാവികമായിട്ട് എല്ലാ ചോദ്യങ്ങളും ജയിലർ 2-ലാണ് നിൽക്കുന്നത്. കാരണം ജയിലറിൽ ഇഷ്ടം പോലെ മലയാളികളുണ്ട്. സുരാജ് ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്, സുനിൽ സുഗത ഉണ്ട്. നമ്മൾ പല ആർട്ടിസ്റ്റുകളെയും നമ്മൾ റിലീസ് ഡേറ്റ് അനൗൺസ്മെൻറ്റ് ജയിലർ 2-ൽ പുറത്തുവിട്ടതിൽ തന്നെ പല മലയാളി ആർട്ടിസ്റ്റുകളെയും നമ്മൾ കണ്ടു. അതിൻ്റെ കൂട്ടത്തിൽ വേടൻ എത്തിയിരിക്കുന്നത് ജയിലർ 2-ൻ്റെ ഒരു ഗാനം ആലപിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ളതാണ് ആ ചോദ്യം. ആ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട് കേട്ടോ. കാരണം ഈ പോസ്റ്റ് വന്നതിന് പിന്നാലെ തന്നെ വീണ്ടും ഇൻ്റർനെറ്റിൽ വലിയ തരംഗമായി മാറി. ഒന്നാമത് അനിരുദ്ധ് ഇടുന്നതിന് സ്വാഭാവികമായിട്ട് അത്രയധികം റീച്ച് ഉണ്ട്, വേടൻ ഇടുന്നതിനും അതുപോലെ തന്നെ റീച്ചുണ്ട്. അപ്പോൾ ഇരുവരും കൂടെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ റീച്ച് ഡബിൾ ഇരട്ടിയും ട്രിപ്പിൾ ഇരട്ടിയൊക്കെ ആയിട്ട് മാറും. അങ്ങനെ മാറുന്ന ഒരു രീതിയിലേക്കാണ് ഈ പോസ്റ്റിൻ്റെ ഗ്രാഫ് പോയത്. നിമിഷ നേരം കൊണ്ട് ഇത് വൈറലായി മാറുകയും ചെയ്തു. പക്ഷെ അപ്പോഴും പല ക്വസ്റ്റ്യൻസ് നിലനിൽക്കുന്നുണ്ട്. ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. അനിരുദ്ധിൻ്റെ മ്യൂസിക് സ്റ്റുഡിയോയിലാണ് ഈ ചിത്രം എടുത്തിരിക്കുന്നത് എന്നതും കൂടി വ്യക്തമാണ്. നമുക്കറിയാം വേടൻ ഇവിടെ മലയാളം പാട്ടുകൾ സിനിമകളിൽ പാടുന്നുണ്ട്, അല്ലാണ്ട് സ്റ്റേജ് ഷോസ് വേടൻ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അനിരുദ്ധ് ആവട്ടെ ലോകത്തിലെ എത്രയെത്ര രാജ്യങ്ങളിൽ പോയി അദ്ദേഹത്തിൻ്റെ മ്യൂസിക് കോൺസേർട്സ് കേൾക്കാനും പെട്ടെന്നാണ് ഓരോ ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നത്. ആൻഡ് ജയിലർ 2 എന്ന പ്രോജക്റ്റിനെ മാത്രമായി സംസാരിക്കുകയാണെങ്കിൽ ജയിലർ ഒന്നാമത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഓളമുണ്ട്. 2023 റിലീസ് ചെയ്ത ഓഗസ്റ്റ് 10 റിലീസ് ചെയ്ത ജയിലർ കണ്ടിറങ്ങി വന്ന പ്രേക്ഷകർക്ക് കിട്ടിയൊരു ഗൂസ് ബംസ് ഉണ്ട്. ആഫ്റ്റർ ബീസ്റ്റ് തകർന്നു കിടന്ന നെൽസൺ ഉയർന്നു വന്ന ഒരു സിനിമയും കൂടിയാണ് ജയിലർ. അതിൻ്റെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോഴേക്കും വലിയ കാസ്റ്റ്, പ്രത്യേകിച്ച് ലാലേട്ടൻ ക്യാമിയോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഋത്തിക് റോഷൻ ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഞാൻ വേറെ രസംഗോലികളായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ എനിക്കും അറിയാമെന്നുള്ളൂ. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ജയിലർ 2-ൽ വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം കൂടി, ഈ ഒരു ഫോട്ടോയും കൂടി പുറത്തു വരുന്നതും ഇത് വളരെയധികം വൈറലായി മാറുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അതിനൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. പക്ഷേ വെയിറ്റിംഗ് ഫോർ ദിസ് കോംബോ എന്നത് പല രീതിയിലും ആളുകൾ വെയിറ്റ് ചെയ്യുന്ന, അത് ഏത് പാട്ടായിരിക്കും, ഒരു മാസ് പാട്ടായിരിക്കുമോ അതോ ഒരു റാപ്പായിരിക്കുമോ, എന്തായിരിക്കും വേടനും അനിരുദ്ധും കൂടി ഒരുമിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കാത്തിരുന്നതാണ്.